എൻ്റെ പുതിയ ജേഴ്സി ഉണ്ടാവും. കണ്ട്. നീ എന്താ ജേഴ്സി ഒന്നും വാങ്ങാത്തെ? വാങ്ങിച്ചൊന്നുമില്ല. നീ ഏത് ജേഴ്സി വാങ്ങാനാ നിന്ന്? റൊണാൾഡോ. ഓ, റൊണാൾഡോന്റെ ജേഴ്സി കളർ നീലയല്ലേ? അല്ല, ചോപ്പും പച്ചയും. ചോപ്പ് മഞ്ഞല്ലേ? മഞ്ഞല്ല. എൻ്റെ ജേഴ്സി എങ്ങനെയുണ്ട്? ചേച്ചി റൊണാൾഡോ ഫാനല്ലേ, ഇപ്പൊ എന്ത് മെസ്സി ഫാനായി? ഞാൻ ജൂൺ 28 എന്തോ ഒരു തോന്നലിൽ ഞാൻ അങ്ങ് അർജന്റീനേൻ്റെ ജേഴ്സി വാങ്ങിച്ചു. നീ എങ്ങനെയാ ഒരു റൊണാൾഡോ ഫാനായേ? എനക്ക് കഥയും കളിയെല്ലാം കണ്ടിട്ട്. ഇതിൻ്റെ അകത്ത് കണ്ട് കഥയും കളിയൊക്കെ? കഥയും കളിയെല്ലാം യൂട്യൂബ് കണ്ടു. അതിന് നീ മെസ്സിന്റെ കഥയും കളിയൊന്നും കണ്ടിട്ടില്ല? മെസ്സിന്റെ കഥ കണ്ടിട്ടില്ല, കളി കണ്ടില്ല. അപ്പൊ കളി ഇഷ്ടപ്പെട്ടില്ല? ഞാനെങ്ങനെയാ റൊണാൾഡോ ഫാൻ ആയെന്നറിയോ? ഞാനൊരു 8ാം ക്ലാസ് പഠിക്കുമ്പോഴാണ് ആദ്യം വേൾഡ് കപ്പിനെ പറ്റിയൊക്കെ അറിയുന്നത്. അന്ന് നമ്മളെ വീട്ടിലൊരു ജിയോന്റെ ഫോൺ ഉണ്ട്. അപ്പം ഞാനത് കട്ടെടുത്തിട്ടൊക്കെ ഞാനിങ്ങനെ കളി കാണുമായിരുന്നു. അന്നെൻ്റെ ഫ്രണ്ട്സ് മൊത്തം ഫുൾ നെയ്മർ ഫാൻസ് ആയിരുന്നു. ബ്രസീൽ എന്നായിരുന്നു. ആ മഞ്ഞ കളർ കണ്ടിട്ട് എന്തോ എനിക്ക് പക്ഷെ കുഴപ്പമില്ല. റൊണാൾഡോ ഫാൻ ചെറിയ ചെറിയ ജൂനിയേഴ്സ് ഒക്കെ ഇങ്ങനെ ഉണ്ടാവും, ചെറിയ കുഞ്ഞു ചെക്കന്മാരൊക്കെ ഉണ്ടാവും ആ സമയത്ത്. പക്ഷെ എന്നാലും എനിക്ക് തോന്നുന്നു എല്ലാം ബ്രസീലുകാരായിരുന്നു. നെയ്മറിന് ഇങ്ങനെ പട്ട പൊട്ടുന്ന ഒരു ബ്രസീൽ ഇതായിരുന്നു എൻ്റെ ചുറ്റും, ഓറയായിരുന്നു എൻ്റെ ചുറ്റും. പക്ഷെ ആ സമയത്ത് ഈ നെയ്മർ കരഞ്ഞു വിളിച്ച് വീഴുന്നൊരു സമയമായിരുന്നു. എനിക്കറിയില്ല, കളിയൊന്നും എനിക്കറിയില്ല സത്യമായിട്ടും. എന്ത് ബോള്, നമുക്ക് ബോള് എന്ത് ആൾക്കാർ, ആകെ CR7 മെസ്സിയും നെയ്മറും, ഇങ്ങനെ മൂന്ന് ഇത് അക്കു. എനിക്കിതിനെ പറ്റിയൊന്നും അറിയില്ലായിരുന്നു. എന്നിട്ട് നമ്മളത് സീരിയൽ കാണാൻ വേണ്ടി മാത്രം എടുക്കുക. അങ്ങനെ ഞാൻ എഫേർട്ട് ഇട്ട് ഒരു ദിവസം 2-3 ദിവസം ഇരുന്ന് കളിയെല്ലാം കണ്ട്, ഈ 3 ആൾക്കാരെ കളി കണ്ട്. അപ്പോൾ ഈ 3 ആളെ കളി കണ്ടപ്പോൾ എനിക്കൊരു ക്രഷ് അടിച്ചത് അന്ന് റൊണാൾഡോൻ്റെ കളി കണ്ടപ്പോഴാണ്. പിന്നെ ഞാൻ റൊണാൾഡോനെ പറ്റി ഇങ്ങനെ നോക്കാനൊക്കെ തുടങ്ങി. അങ്ങനെ റൊണാൾഡോനെ പറ്റി വരുമ്പോൾ നെയ്മറിനെ പറ്റി വരും, മെസ്സിനെ പറ്റി വരും, കുറേ പറഞ്ഞ പോലെ കഥകളും ഗോളും കുറേ സാധനങ്ങൾ. പക്ഷേ പിന്നെ അങ്ങനെ എനിക്ക് റൊണാൾഡോനെ ഇഷ്ടപ്പെട്ടെ. അങ്ങനെ ഒരു ഡിഗ്രി സമയത്ത് എത്തുമ്പോൾ എല്ലാവരും അറിയുന്ന മിക്ക ആൾക്കാരും അർജൻറ്റീന. അപ്പോൾ അർജൻറ്റീന ഓറ്, ഇപ്പുറത്ത് ബ്രസീൽ ഓറ, പിന്നെ കുറച്ച് CR7 ഫാൻസും. എന്നാലും എൻ്റെ അറിവിൽ CR7 ഫാൻസ് ഭയങ്കര കുറവായിരുന്നു എൻ്റെ കൂട്ടത്തിലെ. അങ്ങനെ നിന്നപ്പോൾ അന്നും കളി കണ്ടു. അന്ന് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി CR7 കളി ഞാൻ കൂടുതൽ കണ്ടേന്ന് തോന്നുന്നു. അന്ന് ലാസ്റ്റ് ടൈമിലൊക്കെ ഇറങ്ങിയൊരു കളിയൊക്കെ കണ്ടപ്പോൾ എനിക്ക് അവസാനം പൊട്ടിയൊരു കളി എനിക്ക് നല്ല ഓർമ്മയുണ്ട്. വേറെ ഒരു ടീം പൊട്ടുമ്പോഴും എനിക്ക് ഇത്ര വിഷമം തോന്നിയിട്ടില്ല, എനിക്ക് ഇത്ര ജയിക്കുമ്പോൾ ഇത്ര സന്തോഷം തോന്നിയിട്ടില്ല. പക്ഷേ പോർച്ചുഗലിൽ CR7 ഗോൾ അടിക്കുമ്പോൾ മാത്രം ഒരു സന്തോഷം, CR7 പൊട്ടുമ്പോൾ ഒരു സങ്കടം. അപ്പം ഞാൻ മനസ്സിലാക്കി, നമുക്ക് ആരെങ്കിലും ഒരു വിഷമത്തിൽ ഭയങ്കര വിഷമം വന്നിട്ടുണ്ടെങ്കിൽ, ഒരാളുടെ സന്തോഷത്തിൽ നമുക്ക് ഭയങ്കര സന്തോഷം വന്നിട്ടുണ്ടെങ്കിൽ അതല്ലേ നമ്മളുടെ ഒരു ഇഷ്ടം. അങ്ങനെ ഞാൻ മനസ്സിലാക്കി എനിക്ക് CR7നോടാണ്, എനിക്ക് റൊണാൾഡോ പോർച്ചുഗലിനോടാണ് ഇഷ്ടം. പക്ഷേ ടീമിൽ എനിക്കിഷ്ടം അർജൻറ്റീന കേട്ടോ, ടീമിൽ എനിക്കിഷ്ടം അർജൻറ്റീന. അപ്പോൾ ഇന്നലത്തെ കളി ഞാൻ ഫുൾ ശുഭപ്രതീക്ഷയോടെ സ്റ്റോറി കണ്ടില്ല. ഇല്ല, പക്ഷെ എന്താ കണ്ടിട്ട് വാട്സപ്പിൽ പ്രൊഫൈൽ ഉണ്ടല്ലേ? അതെ, വാട്സപ്പിൽ ഞാൻ മിഞ്ഞാന്നിൻ്റെ തലേന്നോ ഈ കുപ്പായിട്ട് എഴുതി വെച്ചു. ഇന്നലെ ഞാൻ റൊണാൾഡോ നമ്മളിനി ജയിച്ചിട്ട് കാണാമെന്നൊക്കെ പറഞ്ഞിട്ടൊരു സ്റ്റോറി ഇട്ട്. എനിക്ക് അറിയായിരുന്നു തോറ്റു കഴിഞ്ഞാൽ എയറിലാവും എന്നൊക്കെ അറിയായിരുന്നു. പക്ഷെ എനിക്ക് ഞാൻ ഇതൊരു എയറിലായിട്ടില്ല കേട്ടോ എന്തോ. അപ്പോൾ ഇന്നലെ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കളി ഒരു ഹാഫ് എല്ലാം കഴിഞ്ഞല്ലേ കാണാൻ, കണ്ടിട്ടൊന്നും നടക്കുന്നില്ല. കുറേ അറ്റാക്കൊക്കെ റൊണാൾഡോനൊക്കെ ചവിട്ടിയിട്ടായിട്ട് എനിക്ക് കരച്ചിൽ വന്നുപോയി. റൊണാൾഡോനെ ഉള്ളിൽ ചവിട്ടിയിട്ടില്ലായിരുന്നു, എനിക്ക് അങ്ങോട്ട് എടുത്ത് എറിയാന്ന് തോന്നി. പിന്നെ റൊണാൾഡോ അതൊന്നും നീ പേരൊന്നും ചോദിക്കരുത്, ഓപ്പോണൻസ്. എന്നിട്ട് അപ്പം ഇങ്ങനെ റൊണാൾഡോ ഇങ്ങനെ പറങ്ങി കളിക്കുന്നതുകൊണ്ട് എനിക്കറിയാൻ അറിയില്ല. എന്നിട്ട് ഞാൻ കുറേ അടിക്കുന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ അടിച്ചെല്ലാം പുറത്തേക്ക് അടിച്ച ഒന്നും എല്ലാം കൈവിട്ടു. ഞാൻ പിന്നെ കടന്നുറങ്ങി കേട്ടാ. പോർച്ചുഗൽ ഫാനൊക്കെ ഇന്ന് ഇരുന്ന് കണ്ടിട്ടുണ്ടാവും, ഞാൻ കടന്നുറങ്ങി. പിന്നെ ഞാൻ എണീച്ചപ്പോൾ ഒന്നിന് ജയിച്ച്. പക്ഷെ എനിക്ക് ഭയങ്കര വിഷമമായി. സ്ഥല പോട്ടെ, അപ്പോൾ പോട്ടെ, അവസാനത്തെ കളിയല്ലായിരുന്നു, പോട്ടെ എന്തായിരുന്നു പോട്ടെ. അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ എയറിലാണല്ലോ, കാരണം ഞാൻ സ്റ്റോറി ഇടുന്നുണ്ടല്ലോ. പക്ഷെ എനിക്ക് ഇന്നലെ വന്ന മെസ്സേജ് സത്യം പറയട്ടെ, ഞാൻ ഈ റൊണാൾഡോനെ സമാധാനിപ്പിക്കുന്ന പോലെ എടുത്ത് എന്നെ സമാധാനിപ്പിച്ച സാറിലെ കൂട്ട് റൊണാൾഡോ നല്ല അടിപൊളിയായിട്ട് അടിച്ചു എന്നൊക്കെ പറഞ്ഞ്. അതിൽ എനിക്ക് ഇത്രത്തോളം എൻ്റെ ഫോളോവേഴ്സിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ ഫാൻസ് ഉണ്ടെന്ന് ഞാൻ ഇന്നലെ ഇന്ന് രാവിലെ ഞാൻ അറിഞ്ഞൊരു ടൈമുണ്ട്. എൻ്റെ എനിക്ക് ആരൊക്കെ മെസ്സേജ് അയച്ചെന്ന് എനിക്കറിയില്ല. എല്ലാവരും ഒരു എയറും ഉണ്ടായിട്ട് എനിക്കൊന്ന് ഇന്ന് അർജൻറ്റീനയുടെ കളി ഉള്ളത് കൊണ്ടാണെന്ന് തോന്നുന്നു അർജൻറ്റീനക്കാരൊന്നും മിണ്ടിയില്ല എൻ്റെ അടുത്ത്. ഓക്കെ, അപ്പോൾ നമുക്കിന്ന് ഏത് സമയത്താണാവോ എനിക്ക് ഈ സാധനം എടുത്തിട്ട്, പിന്നെ ഞാനൊരു ജൂൺ 28 വാങ്ങിച്ച് വലിയ കാര്യം പോലെ റീലൊക്കെ എടുത്ത് ഞാൻ വാട്സപ്പ് പ്രൊഫൈലൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായി. ചിലപ്പോൾ ഞാൻ ഇത് വാങ്ങിച്ചിട്ട് ഇട്ടത് കൊണ്ടായിരിക്കും അല്ലേ, അതുകൊണ്ടായിരിക്കുമല്ലേ പൊട്ടിപ്പോയത്, നമുക്ക് അങ്ങനെ പ്രതീക്ഷിക്കാം. അപ്പോൾ ഇന്ന് അർജൻറ്റീന ജയിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. പക്ഷെ ടീമിൽ എനിക്കിഷ്ടം അർജൻറ്റീനയാണ് കേട്ടോ. അത് ഇന്നും ടീമിൽ അർജൻറ്റീന. ഹാളൻഡിനെ കണ്ടിരുന്നു, ഹാളൻഡ് മുടിയൊക്കെ വളർത്തിയിട്ടുള്ള
കണ്ടിട്ടില്ല. കണ്ടിട്ടുണ്ടാവും, പക്ഷെ പേരറിയില്ല. പേരറിയാനാ സാധ്യത കണ്ടിട്ടില്ലെങ്കിലും. അപ്പോൾ ഓക്കെ, അപ്പോൾ അന്ന് അങ്ങനെ ഒരു ടീം, നോർവേൻ്റെ ഒരു ടീമിനോടൊരു ക്രഷ് അടിച്ച്. അപ്പോൾ ഇന്ന് അർജൻറ്റീന ഇന്ന് ജയിക്കട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ അറിയുമ്പോൾ, ഞാൻ ഫുട്ബോൾ കാണുന്ന സമയത്തുണ്ടായ 3 ലെജൻഡിൽ 2 ലെജൻസും കരഞ്ഞിട്ട് പോയി, വിഷമത്തോടെ പോയി. അപ്പോൾ മെസ്സി അങ്ങനെ പോകാതിരിക്കട്ടെ, ഇനി മെസ്സിയെങ്കിലും ഇരിക്കട്ടെ. ബാക്കി നമ്മളെ ബ്രസീൽ ഫാൻസും പോർച്ചുഗൽ ഫാൻസും ഭയങ്കര ഇങ്ങനെ ഹാർട്ട് ബ്രേക്കിംഗ് ആയിട്ടുള്ളത്. അപ്പോൾ ബാക്കിയുള്ളവരെ പോലെ ഇനി അർജൻറ്റീനയെ പൊട്ടിപ്പോട്ടെ എന്ന് പറയുന്നതിന് പകരം ഇനി അർജൻറ്റീനയെ ജയിക്കട്ടെ, അതിൽ ഏറ്റവും കൂടുതൽ ഗോൾ മെസ്സി അടിക്കട്ടെ എന്നുള്ള ശുഭപ്രതീക്ഷയിൽ നമുക്കൊരു സൗഹാർദ്ദപരമായി മുന്നോട്ടേക്ക് പോകാം. എൻ്റെ ബാക്കിയെടുത്ത ഫോട്ടോ ഒക്കെ ഇടട്ടെ. ബാക്കി പോർച്ചുഗലിൻ്റെ മറ്റേ ജേഴ്സിക്ക് 155 ഉറുപ്പ്യ ഉണ്ടായത്, ഇതിന് 350 ഉറുപ്പ്യ ഉണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ 350 ഉറുപ്പ്യക്ക് വാങ്ങിച്ചില്ലേ, പാവം എൻ്റെ പോർച്ചുഗൽ. അപ്പോൾ നമുക്ക് കാണാം ഗൈസ്, ഇന്ന് അർജൻറ്റീന തൂക്കട്ടെ. അർജൻറ്റീനയോ എന്താണ് ഞാൻ പറയുന്നത്, അർജൻറ്റീന തൂക്കട്ടെ, മെസ്സി തൂക്കട്ടെ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ് പറഞ്ഞു. ഓൾ ദി ബെസ്റ്റ്.